ചൈനയുമായുള്ള തീരുവ തർക്കത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയയുന്നു. വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്ന് ട്രംപ് പറഞ്ഞു. സുഹൃത്തായ നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കുമെന്നും രണ്ട് രാജ്യങ്ങൾക്കുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ല പരിസമാപ്തിയിലെത്താൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നും ട്രംപ് പറഞ്ഞു. കെ സുഹൈൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, അമേരിക്കയുടെ ഈ അധിക തീരുവയെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്നെ വഷളായ ഒരു സാഹചര്യമാണ്. മഞ്ഞുരുകുകയാണോ? അമൃത, ഇന്ത്യ യുഎസ് തർക്കത്തിലേർപ്പെട്ട ഘട്ടത്തിൽ ചൈനയുമായും റഷ്യയുമായും കൂട്ടുകൂടുകയും ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന സ്റ്റാൻഡ് സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ഫലം ഇപ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നിരവധി ഭീഷണികൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നെങ്കിലും അതിലൊന്നും വഴങ്ങാതെ ഇന്ത്യ നിന്നു. ഇപ്പോൾ ഏതായിരുന്നാലും ട്രംപ് അയയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്, ഏകദേശം 6 മണിക്കൂർ മുമ്പിട്ട് ഒരു പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പരസ്യമായി തന്നെ ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഒന്നാമത്തെ കാര്യം, തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്കിരിക്കുകയാണ് എന്ന് ട്രംപ് പറയുന്നു. മൂന്നാമത്തേത്, വ്യാപാര വിഷയങ്ങളിൽ ഒരു കരാറിലേക്ക് എത്തും എന്നുള്ള ധാരണ കൂടി പറയുന്നു. അപ്പോൾ ഏതായിരുന്നാലും ഇത് വലിയൊരു നീക്കമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരുന്നു. ബ്രസീലിനൊപ്പം 50% നികുതിയാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് 25% ഒരു ഇരട്ടി തീരുവയായി 50% എത്തിയിരുന്നത്. യഥാർത്ഥത്തിൽ യുക്രൈൻ യുദ്ധം പോലും മോഡി വാറാണ് എന്ന പ്രസ്താവനകൾ വരെ അമേരിക്ക നടത്തുകയും ചെയ്തു. അതിനിടയിലാണിപ്പോൾ അത് അമേരിക്കയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും വലിയ തിരിച്ചടിയായിരുന്നു ഈ ഒരു നയം. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റൈൽസ് മേഖലയിൽ ആയിരുന്നാലും അതേപോലെ തന്നെ രത്ന മേഖലയിലായിരുന്നാലും മറ്റു പല ഇടങ്ങളിലും വലിയ തിരിച്ചടി നേരിടുകയും മറ്റു വിപണികൾ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പല മേഖലകളും തകർന്ന് പോകും എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ത്യ പലതരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ നടത്തി. ഒന്ന്, ചൈനയോടും റഷ്യയോടും ഒപ്പം നിന്നുകൊണ്ട് അമേരിക്കയെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകില്ല എന്നൊരു സന്ദേശം നൽകി. അതോടൊപ്പം ബാക്ക് ചാനലിലൂടെ പലതരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങളും ഇന്ത്യ നടത്തുക കൂടി ചെയ്തു. കാരണം അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് നിലനിൽക്കുക എന്ന് പറയുന്നത് ഇന്ത്യക്ക് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. കാരണം ഈ ചൈനയും അതേപോലെയുള്ള രാജ്യങ്ങളെയും എത്ര അങ്ങ് വിശ്വസിക്കാൻ കഴിയും എന്നുള്ള ചോദ്യം ഇന്ത്യൻ നേതാക്കളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ചൈനയോട് അടുക്കുമ്പോഴും അമേരിക്കയുമായി എങ്ങനെ സൗഹൃദം സ്ഥാപിക്കാം, അത് പുനരാരംഭിക്കാം എന്നുള്ള ആലോചന നടത്തിയിരുന്നു. അതാണിപ്പോൾ അതിൻ്റെ ഒരു മൂർധന്യതയിൽ എത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ US വ്യാപാര കരാറിലേക്ക് പോവുകയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അമേരിക്കയിലെ പല മുതിർന്ന ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് സോറി പറയേണ്ടി വരും, എത്രയും പെട്ടെന്ന് മാപ്പ് പറഞ്ഞ് ഇന്ത്യ തിരിച്ചു വരും, ചർച്ചകളിലേക്ക് വരും എന്നൊക്കെയുള്ള ഒരു ഭീഷണി അവിടെയുള്ള വാണിജ്യ സെക്രട്ടറിയുടെ അടക്കം ഭീഷണികൾ വന്നിരുന്നു, അല്ലെങ്കിൽ പരിഹാസമൊക്കെ വന്നിരുന്നു. ഏതായിരുന്നാലും ഇനി ഏറ്റവും സുപ്രധാനമായ ചോദ്യം ഇതാണ്: ഇന്ത്യ US വ്യാപാര ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ത്യ എവിടെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യും? ഒന്നാമത്തെ കാര്യം, ഈ ചർച്ചയിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ പലതുമുണ്ട്. പല മേഖലകളും അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് മത്സ്യ മേഖലയാകട്ടെ, കാർഷിക മേഖലയാകട്ടെ, അതേപോലെ തന്നെ ജനിതക മാറ്റം വരുത്തിയ വിളകളുടെ കാര്യമാവട്ടെ, ഈ കാര്യങ്ങളിലെല്ലാം വലിയ വിട്ടുവീഴ്ച ചെയ്യണമെന്നും അത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അനുകൂലമായി പോകണമെന്നുമൊക്കെയാണ് അമേരിക്ക പറയുന്നത്. അതിന് ഇന്ത്യ സമ്മതിച്ചു കൊടുത്താൽ ഇവിടെയുള്ള കാർഷിക മേഖല തകരും, മത്സ്യ സമ്പത്ത് തകരും, അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു വലിയ കാർഷിക പ്രക്ഷോഭത്തിലേക്ക് വരെ നയിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി അതിന് വഴങ്ങാതിരുന്നത്. ഒരു കർഷക പ്രക്ഷോഭത്തിൻ്റെ ചൂടറിഞ്ഞ ഇന്ത്യൻ നേതൃത്വം അത്തരം വീണ്ടും ഒരു കർഷക രോഷമുണ്ടാവരുത് എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ട്രംപിന് വഴങ്ങാതിരുന്നത്. ഇനി ഏതായിരുന്നാലും ട്രംപ് ഈ 50% തീരുവയ്ക്ക് ഏർപ്പെടുത്തി ഇന്ത്യയെ മുൾമുനയിൽ നിർത്തിയ ഒരു ഘട്ടത്തിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഇന്ത്യ വഴങ്ങും എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ വഴങ്ങാതെ ഇന്ത്യൻ താല്പര്യങ്ങൾക്കനുസൃതമായ ഒരു വ്യാപാര കരാർ അത് സാധ്യമാകുമോ എന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആഴ്ചകൾക്കുള്ളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പറയുമ്പോൾ UN-ന്റെ ജനറൽ അസംബ്ലി ന്യൂയോർക്കിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ആ യോഗത്തിൽ പട്ടികയിൽ നരേന്ദ്രമോദിയുടെ പേരില്ലായിരുന്നു. അത് ബോധപൂർവം അമേരിക്ക കട്ട് ചെയ്തതാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ സർക്കാർ വൃത്തങ്ങൾ നരേന്ദ്രമോദി ഇനി US പോകുന്നില്ല എന്നുള്ളൊരു വാർത്തയും പുറത്തുവിട്ടിരുന്നു. പക്ഷേ അതിനെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമോ?
ഈ ഒരു വ്യാപാര ചർച്ച എന്ന് പറയുന്നത് ആഴ്ചകൾക്കുള്ളിൽ എന്ന് പറയുന്നത് ഈ UN ജനറൽ അസംബ്ലിയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മോദി പങ്കെടുക്കുമ്പോഴാണോ, അതിനിടയിൽ വെച്ചുകൊണ്ട് അത്തരം ചർച്ചകൾ നടക്കുമോ എന്നതെല്ലാം വളരെ പ്രധാനമാണ്. അപ്പോൾ പുടിനുമായും ഷീ ജിൻപിങ്ങുമായും കൈകോർത്ത് ദിവസങ്ങൾക്കുള്ളിൽ ട്രംപുമായി കൈകോർക്കുന്ന ഒരു കാഴ്ച ഇന്ത്യക്കും ലോകത്തിനും കാണേണ്ടി വരുമോ എന്നുള്ളതാണ് കൗതുകമുള്ളൊരു ഒരു കാര്യം. ശരി, BK സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്.